നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക്, പ്രത്യേകിച്ച് നിഗ്രഹിതൻ ആന്റണി എന്ന ഒരൊറ്റ സിനിമ കൂടി അദ്ദേഹത്തിന്റെ കഴിവുകൾ നമുക്ക് കാണാൻ അദ്ദേഹത്തെ കൂടിയൊക്കെ അനുവേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഭദ്രദീപം തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്ഷണിക്കുന്നത്. നമ്മുടെ രണ്ട് അമ്മമാരെ, സുജീഷറിന്റെ അമ്മയും അതുപോലെ തന്നെ സച്ചിയുടെ അമ്മയും നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ ഭദ്രദീപം തെളിക്കുകയാണ്. രണ്ട് അമ്മമാരും ചേർന്ന് തിരി കത്തിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പൊ നമുക്ക് ഇതിൽ പങ്കാളികളാകാൻ എല്ലാവരും ഒന്നിച്ച് നമുക്കൊന്ന് എണീറ്റ് നിന്നുകൊണ്ട് നമുക്ക് ഈ ചടങ്ങ് മധുരമാകാൻ അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡ്യൂസർ സുജീഷേട്ടൻ, ജാഫർ ഖാൻ, കൈകടി കൊടുക്കാൻ എല്ലാവരും എല്ലാവരും തിരി മാറ്റി മാറ്റി കേൾക്കാം. എല്ലാത്തിനും കൂട്ടുകെട്ട് വെച്ചിട്ട് ഈ ചിത്രത്തിന്റെ സംവിധായകൻ ഹരിനാരായണൻ, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ക്യാമറമാൻ ശിവകുമാർ. കൂടിയിരിക്കുന്ന എല്ലാവർക്കും നന്ദി. ബാക്കി പറയേണ്ടത് എന്താണെന്ന് അറിയില്ല. നമ്മളൊരു വലിയ പടത്തിൻ്റെ തുടക്കമാണ്. അത് ഇങ്ങനെ ഒരു വിദ്യാലയത്തിൽ വെച്ച് തുടങ്ങണമെന്നുള്ള ആഗ്രഹം തന്നെ ഒരുപാട് സന്തോഷിപ്പിച്ചു. സിനിമകളെല്ലാം വലിയ പ്രതീക്ഷയോടെ തുടങ്ങുന്നതാണ് നമ്മൾ. അത് അണഞ്ഞു പോവാതെ തിയേറ്ററിലെത്തുന്നതിനുള്ള ഒരു വലിയൊരു ആദ്യ ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും ഉണ്ട്, ഒപ്പം ആർട്ടിസ്റ്റുകൾക്കും ഉണ്ട്. അവരുടെ നിലനിൽപ്പും അതാണ്. അപ്പോൾ ഇവിടെ ഇന്ന് തിരികൊളുത്തി ആരംഭിച്ച സിനിമ വളരെ വലിയ വിജയമാക്കി ഒരു മുമ്പോട്ട് പോകാനുള്ള ഞങ്ങൾക്കൊക്കെ ഒരു ധൈര്യം തരുന്ന ഒരു കഥാപാത്രവും എല്ലാവരുടെ മനസ്സിൽ നിന്നും മായാത്ത സിനിമയായിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. പിന്നെ ബാക്കി എന്തെങ്കിലുമൊക്കെ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് പറയാം. നിൽക്കാൻ പറ്റുന്ന എല്ലാവരുടെയും ഒരു എന്താ പറയുക, ഏറ്റവും സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് നോക്കുന്നത്. അതിന് അവസരം ഒരുക്കി തന്ന ദൈവത്തിന് ഞാൻ ആദ്യം നന്ദി പറയുന്നു. അതുപോലെ യാദൃശ്യമായി പരിചയപ്പെട്ട മോളെ കുഞ്ഞാപ്പിള, നമ്മൾ കുഞ്ഞാപ്പിളാണ് വിളിക്കുന്നത്, കാശ്മീരാണ്. മോളുടെ കൂടെ സുജീഷിനെ പരിചയപ്പെടുന്നു. അങ്ങനെ ഒരു പ്രൊജക്റ്റായിട്ട് മാറുന്നു. അതിൻ്റെ ഇടയിൽ ജാഫർക്കയോട് സംസാരിച്ചതിന് ശേഷം ഈ പ്രൊജക്റ്റിന് ജീവൻ വയ്ക്കുന്നു. പിന്നെ നമ്മുടെ നോബിയേട്ടനും കൂടി വെച്ചിരുന്ന് സെറ്റ് ചെയ്ത് അദ്ദേഹം രണ്ടുപേരും കൂടി സ്ക്രിപ്റ്റും ചെയ്തപ്പോൾ അത് നല്ലൊരു കെട്ടുറപ്പുള്ളൊരു തിരക്കഥയായിട്ട് മാറി. ഇപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള എല്ലാ ക്രൂവിനെയും ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ തുടങ്ങാനുള്ള ശ്രമത്തിലാണ്. ഇനി എല്ലാവരും കൂടി നമ്മളുടെ കൂടെ നിന്ന്, ഓരോരുത്തരും എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും നമ്മുടെ കൂടെ നിന്ന് അത് വൻ വിജയമാക്കി തരിക. ഇത് നമ്മുടെ സിനിമയാണ്, എല്ലാവരുടെയും സിനിമയാണ്, ഒരാളുടെ ഒറ്റയ്ക്കല്ല, എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവുക. ഈ ഇപ്പോഴത്തെ ഒരു സിനിമ തിയേറ്ററിലൊരു സിറ്റുവേഷൻ നോക്കിയാൽ വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷനാണ്. എപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് ഈ വേഴാമ്പലുണ്ടല്ലോ, മഴയ്ക്ക് കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെയാണ് നമ്മുടെ പ്രേക്ഷകർ. നല്ല സിനിമകൾ വന്നാൽ രണ്ട് കൈ നീട്ടി തിയേറ്ററിൽ പോയി കാണാൻ അവർ വളരെ തയ്യാറാണ്. അത്തരൊരു അവസരമാണ് ഇപ്പോൾ അതൊരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല സിനിമകൾക്ക് എപ്പോഴും പ്രേക്ഷകരുണ്ടായിരിക്കും, മുന്നോട്ട് കൊണ്ടുപോകും. നമ്മുടെ ഈ സിനിമയും ഒരു നല്ല സിനിമയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാനിപ്പോൾ ഹരിയുടെ കൂടെ രണ്ടാമത്തെ സിനിമയാണ്, ഡോക്ടർ പ്രൊഫസറിലും ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഈ സുജീഷിൻ്റെ ഒരു ചിന്തയാണ്, ഒരു മകളെ സിനിമയിൽ അഭിനയിപ്പിക്കണം എന്നുള്ളൊരു ചിന്തയാണ്. അതിനാണ് ഒരു യാത്ര തുടങ്ങുന്നത്. ഒരു യാത്രയുടെ ഒരു ഘട്ടമാണത്. ഇനി സിനിമ ഉണ്ടാകുന്നു, കഥ ഉണ്ടാകുന്നു, തിരക്കഥ ഉണ്ടാകുന്നു, അതിൻ്റെ സംവിധായകർ വരുന്നു, മറ്റേ ടെക്നീഷ്യൻസ് വരുന്നു. അടുത്ത യാത്ര ഇതിൻ്റെ ഷൂട്ടിംഗ് ആണ്. അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷനാണ് അടുത്ത യാത്ര. യാത്രകളെല്ലാം സുഗമമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. പിന്നെ ജിൻഡോ ചെയ്ത ഈ പരിപാടി ഞാൻ എവിടെയും കണ്ടിട്ടില്ല, അതിഗംഭീരമായത്. പലപ്പോഴും ക്രൂകളൊക്കെ പിന്നിൽ നമ്മൾ കുറച്ച് ആളുകൾ ലൈം ലൈറ്റിൽ വരുമെങ്കിലും അതിൻ്റെ പിന്നെ ഒരുപാട് പേരുടെ അധ്വാനവും
ആത്മാർത്ഥതയായിട്ടുള്ളതാണ് മുന്നോട്ട് നയിക്കുന്നത്. പക്ഷെ അവരെല്ലാവരും രംഗത്തേക്ക് വന്ന് വളരെ നല്ലൊരു ഇതാണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഫോർ ദ മൂവി. ഓക്കെ, ഫോർ അവർ താങ്ക് യു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. പേരെടുത്ത് എല്ലാവരുടെയും പേര് പറഞ്ഞുകൊണ്ടൊന്നും ഇരിക്കുന്നില്ല. ഈ ഇരിക്കുന്ന എല്ലാവരും ഈ സിനിമയുടെ ഭാഗമാക്കാവുന്നവരാണ്. പിന്നെ കുറച്ച് പ്രൊഡ്യൂസറിൻ്റെ സുഹൃത്തുക്കളെ ബന്ധുക്കളെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ കുറേ ആളുകളൊക്കെ ഉണ്ട്. ഇതിൽ പോലും ആദ്യമായി നന്ദി പറയുന്നത് ഈ സ്കൂളിൻ്റെ ഈ ഇടത്തിൽ ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കുക എന്നുള്ളത് അച്ഛനെ ഞാൻ വലിയ കാര്യമായിട്ടൊക്കെ ചെയ്യുന്നില്ല. ഇവിടെ എക്സാം ഉണ്ടെന്നില്ല. അത് ഞങ്ങൾ സ്കൂളിൽ കുറച്ചാണ്ട് ചെയ്യാൻ അനുവാദം തന്നു. അതിന് ഒരു ദൈവകൃപ അച്ഛന് ഞാൻ പ്രാർത്ഥിക്കുന്നത് എനിക്ക് കിട്ടണമെന്ന്. പിന്നെ ഈ പടം സുജീഷ് പറഞ്ഞ പോലെ ഒരു പെട്ടെന്ന് ഒരു 6 മാസം കൊണ്ട് പടമാണ്. ഈ സിനിമ വൃത്തിമനായിട്ടങ്ങ് പോയി കഴിഞ്ഞാൽ ഇത് ഇറങ്ങിക്കഴിയുമ്പോൾ അച്ഛനമ്മമാർ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കും. പരീക്ഷിക്കുക. അതാണ് ഇതിൻ്റെ മക്കളാക്കാൻ ആവശ്യമില്ലാത്ത പറഞ്ഞു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പം നമ്മളെ കണ്ണിൽ പ്രയോഗിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ഗോപി എന്ന് പറയുന്നവരായിട്ട് എന്തായാലും ഈ സംരംഭം ഒരു വൻ വിജയമാക്കി തീർക്കാൻ തമ്പുരാനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം. നന്ദി, നമസ്കാരം. കോട്ടയത്തു നിന്നൊരു പുതിയ പ്രൊഡ്യൂസർ, കോട്ടയത്ത് നടക്കുന്ന സാധാരണക്കാരുടെ എന്ന് പറയുന്ന ഒരു സാധനം, അങ്ങനെ ഒരു സിനിമയാണ്. ഇത് ഇതിന് പ്രത്യേകം നിങ്ങളെല്ലാവരും നമ്മളെ അനുഗ്രഹിക്കണം, അതുപോലെ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ഇവിടുന്ന് തുടങ്ങി സിനിമ തിയേറ്ററിൽ വന്ന് എല്ലാവരെയും കൂട്ടി കണ്ടതിന് ശേഷം അവസാനിക്കുന്ന ഒരു അനുഗ്രഹമായിരിക്കും അല്ലേ? ജാഫർക്ക് പറയുന്ന പോലെ നമ്മുടെ കുട്ടികളെ കരുതാൻ വേണ്ടിയുള്ള ഒരു കഥയോട് തന്നെയാണ്. എല്ലാവരെയും കരയിക്കുന്നതും ചിരിപ്പിക്കുന്നതും ത്രില്ലടിപ്പിക്കുന്നതുമായ എന്നാൽ പൊട്ടിച്ചിരിപ്പിക്കുന്നതുമായ ഒരു പ്രത്യേക ടോണിൽ എഴുതി ഉണ്ടാക്കിയ ഒരു കഥയാണ്. ഞങ്ങൾ രണ്ടുപേരെ മാത്രമല്ല, എൻ്റെ ഞങ്ങൾ എഴുതിയ തിരക്കഥ എഴുതിയെന്ന് പറഞ്ഞാലും അതിനെ വളരെ മനോഹരമാക്കാൻ വേണ്ടി പല ഐഡിയകളും ഒരു ഓപ്പൺ ചർച്ചയ്ക്ക് വെച്ച് നമ്മുടെ ഇന്ത്യയിലെ ക്രൂ ഏകദേശം 10-20 പേരോളം നിന്ന് പല അഭിപ്രായങ്ങളും പറയുകയും ആ സ്ക്രിപ്റ്റിൻ്റെ ഡിസ്കഷൻ വന്ന പല മാറ്റങ്ങൾ വരുത്തുകയും അതിനെ നല്ല ഒരു പടമാക്കി തീർക്കാൻ സാധിച്ചു. എല്ലാവർക്കും ഈ ചിത്രത്തിന്റെ ദക്ഷിണാശി പ്രൊഡക്ഷൻസ് ഒരുക്കാൻ പോകുന്ന ഏറ്റവും പുതിയ ചിത്രം നമുക്ക് വേണ്ടി വരാൻ പോകുന്ന ഇന്ദ്രൻ സേട്ടനും ജാഫർക്കയും ചേർന്ന് അത് നമുക്ക് സമ്മാനിക്കുന്നു. ദക്ഷിണാശി പ്രൊഡക്ഷൻസ് പ്രസൻസ് കൈകൊടുക്ക ഒരു ടോക്കൻ നല്ല കൈകൊടുത്തോണ്ട് നമുക്ക് നിറഞ്ഞ കൈകൊടുത്തോണ്ട് ഹരിനാരായൺ അതുപോലെ തന്നെ സുജീഷ് മോൻ ചേർന്ന് നമുക്ക് വേണ്ടി സമ്മാനിക്കാൻ പോകുന്ന നമ്മുടെ സ്വിച്ച് ഓൺ കർമ്മം, നമ്മുടെ കുഞ്ഞു നായിക ബേബി കാശ്മീര, നമ്മുടെ 2 അമ്മമാര് ചേർന്ന് ക്ലാപ്പ് അടിച്ചുകൊണ്ട് ഈ ചടങ്ങിന് മധുരമാവുകയാണ്. മൊബൈൽ